പിണറായി വിജയന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ദിൽന ഇപ്പോൾ ചേരുന്നുണ്ട്. ദിൽന, കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ എത്തിച്ചേർന്നു. ആ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം അകത്ത് കൂടിക്കാഴ്ച നടക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റോളമായി കൂടിക്കാഴ്ച തുടങ്ങിയിട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് സംസാരിക്കുന്നത് എന്നതിലൊന്നും തന്നെ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കാം, രണ്ടുപേരും പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഈ കയറി വന്നപ്പോൾ തന്നെ വലിയ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. വലിയൊരു ചിരിയോടുകൂടി തന്നെയാണ് വി ഡി സതീശനെ പിണറായി വിജയൻ തന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ആ ഒരു സൗഹൃദം അകത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തത്സമയ ദൃശ്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു വലിയ സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു സ്നേഹത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായി, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഉള്ള ഒരു പ്രതീകമായി, രാഷ്ട്രീയ പ്രതീകമായി തന്നെ വി ഡി സതീശനും പിണറായി വിജയനും മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരുപക്ഷെ നിയമസഭയിൽ കഴിഞ്ഞ 10 വർഷത്തെ വാക്പോരുകൾക്കും പോർവിളികൾക്കും ഒക്കെ വീണ്ടും ഇനി സാക്ഷ്യം വഹിച്ചേക്കാം. അത്തരത്തിലുള്ളത് തന്നെയായിരിക്കാം ഇനി വരുന്ന 5 വർഷം. കാരണം കഴിഞ്ഞ 10 വർഷം ഭരണപക്ഷത്തും 10 വർഷം പ്രതിപക്ഷത്തും ഇരുന്ന അതേ ആളുകൾ വീണ്ടും പോർമുഖങ്ങളിലേക്ക് പോർമുഖങ്ങളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായും കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായും വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിൽ ഒരു നിയമസഭയെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അത്തരത്തിലൊരു കാഴ്ച സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കളരികൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരാം. ഇപ്പോൾ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് സിജു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കാം. പുറത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കണ്ട കാഴ്ചകൾ പോലെയില്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെ ആന്റണിയുടെ വീട്ടിൽ പോയതല്ല, അത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് വരുന്നുണ്ട് സിജു. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് ആണ് കരുതുന്നത്. നമുക്കത് പ്രതീക്ഷിച്ചേക്കാം. ഇപ്പോൾ ഇത് പിണറായി വിജയനും വി ഡി സതീശനും എല്ലാം മാധ്യമങ്ങളിലേക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ചയാണല്ലോ. ഞങ്ങളിവിടുന്ന് പറയായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈകോർത്ത് അകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയെന്ന്. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ മാറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവും. ഒരു മുന്നണി സർക്കാർ കൊടുത്ത വികസന പദ്ധതികൾ പിന്നീട് അടുത്ത സർക്കാർ വരുമ്പോൾ ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ എന്തെങ്കിലും നല്ലത്? ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായും ഒരു സന്തോഷം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി
പിണറായി വിജയനെ സന്ദർശിക്കുകയായിരുന്നു കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിണറായി വിജയന് മുൻപും പിണറായി വിജയന് ശേഷവുമുള്ള കേരള വികസനം ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയായിരിക്കും. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ കൊയ്തെടുത്ത രണ്ട് പിണറായി സർക്കാരുകൾ, ആ സർക്കാരുകളുടെ തുടർച്ച തന്നെയാണ് രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരു പിന്നോട്ടടിയും ഉണ്ടാകരുത്, ഒരു ഇടർച്ചയും ഉണ്ടാകരുത്, ഒരു തുടർച്ച തന്നെ വേണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് കണ്ടതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായും ആ തുടർച്ച തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വി.ഡി. സതീശനും പറയുകയും ചെയ്തത്. ഇപ്പോൾ ദിൽന ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ദിൽന, അവിടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് വികസന തുടർച്ച തന്നെ ഉണ്ടാകുമോ? അത് സ്വാഭാവികമായും അങ്ങനെയാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷനാണ്, ഒരു തുടർച്ചയാണ്. എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ ഒരു സർക്കാരിനും കഴിയില്ല. അതങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചപ്പോൾ വി.ഡി. സതീശൻ അങ്ങനെ തന്നെ മറുപടി നൽകുകയും ചെയ്തു. എന്താണ് ഇനി അവിടെ വി.ഡി. സതീശൻ ഇനി അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്, ചെന്നിത്തലയിലെ വീട്ടിലേക്കാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ദിൽന, തുടരാം. ഇപ്പോൾ വി.ഡി. സതീശൻ 15 മിനിറ്റ് നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വി.ഡി. സതീശൻ മടങ്ങിയിരിക്കുകയാണ്. അടുത്തത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ് സന്ദർശനമെന്നാണ് സൂചിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും പുറത്തിറങ്ങിയത് വലിയ തരത്തിലുള്ള ചിരിക്കുന്ന മുഖമായിട്ട് തന്നെയാണ്. പറയുന്നത് പോലെ വി.ഡി. സതീശൻ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണ സംവിധാനം കൊണ്ടുവന്ന വികസന തുടർച്ചയുടെ ആ ചോദ്യത്തിന് ആ വികസന തുടർച്ച ഉണ്ടാകും എന്നുള്ള മറുപടി തന്നെയാണ് വി.ഡി. സതീശനിൽ നിന്ന് വന്നത്. അതായത് അത്ര പെട്ടെന്നൊന്നും അത് മായ്ച്ചു കളയാൻ സാധിക്കുന്നതല്ലല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് വന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിളിച്ചില്ലേ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് വിളിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പിണറായി വിജയനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.